ഹായ്, ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നിവിൻ പോളി ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളത്. ചിത്രം ഒരു പൊളിറ്റിക്കൽ കോമഡി ത്രില്ലർ എന്ന് പറയാൻ സാധിക്കുന്ന കാറ്റഗറിയിലുള്ള ചിത്രമാണ്. ചിത്രത്തിൻ്റെ കഥ എന്നുള്ളത് ഒരു മുല്ലക്കര എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു പ്രദേശം, അവിടെയായിട്ടാണ് നമ്മുടെ ചിത്രത്തിൽ ഗോപി എന്ന് പറയുന്ന കഥാനായകനുള്ളത്. ഒരു യുവാവാണ്, ആളെ സംബന്ധിച്ചിടത്തോളം അലസനായിട്ടുള്ള മടിയനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ക്രിക്കറ്റ് കളിയോട് നല്ല കമ്പമുള്ള ആളാണ്. ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് നൽകുന്ന കുറച്ച് മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഒരു വള്ളയിനെന്ന് ഈ ഒരു ചിത്രത്തിനെ പറ്റി പറയാൻ സാധിക്കും. ഇനി മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ ഒരു സിനിമയിലൂടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമൊന്നും ഉള്ളത് ഈ ഒരു സിനിമയുടെ ആ ഒരു ടോട്ടാലിറ്റിക്കുള്ളിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച കുറച്ച് ആശയങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട ചില വിഷയങ്ങളെ ശക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ മതം എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് രാഷ്ട്രീയ മുതലെടുപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യം എന്തിനു വേണ്ടി, ഓക്കെ, അതുകൊണ്ട് എന്താണ് പ്രയോജനം, അല്ലാതെ ജനാധിപത്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് ജനങ്ങൾക്ക് വേണ്ടിയാകണം, അല്ലാതെ ഒരു മതത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ, ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തെ ശക്തമായിട്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് രൂപത്തിൽ തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കൂടാതെ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ നൽകുന്ന കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ട്. ഒരു രാജ്യസ്നേഹമെന്നോ അല്ലെങ്കിൽ പിന്നെ പഠനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. മെസ്സേജ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ ഒരുപാട് സംഭവങ്ങൾ സ്റ്റോറിക്കുള്ളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലാപ്പ് അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുത്തിലൂടെ കൊണ്ടുവന്ന് സ്ക്രീനിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും അത്രത്തോളം എഫക്റ്റീവായ പോലെ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ തുടക്കഭാഗത്തൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഗോപി എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണിക്കുന്നു, ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പൊളിറ്റിക്കൽ ആക്ഷേപഹാസ്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് കാര്യമായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നുന്നില്ല. കാരണം എഴുത്തൊന്നും തന്നെ അത്രത്തോളം പവർഫുൾ ആയിട്ടല്ല ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ഹാഫൊക്കെ ഉടനീളം നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയും ആകെ ഒരു ആശ്വാസം നൽകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ട് ഇൻ്റർവെല്ലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്തുകൊണ്ട് പടമാണ്, ഒന്നും കണക്റ്റ് ആകുന്നില്ലോ, ഇതൊന്നും വർക്കൗട്ട് ആകുന്നില്ലോ എന്ന് ഓർത്ത് തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കിടക്കുമ്പോഴത്തേക്കും സിനിമ അങ്ങോട്ട് വിദേശത്താണ്, അല്ലെങ്കിൽ ഒരു മണലാരണ്യങ്ങളിലാണ് പിന്നീടുള്ള കഥ എന്നുള്ളത്, അറേബ്യൻ നാടിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ നിവിൻ പോളിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി ക്യാരക്ടറിനെയും വെച്ചിട്ടാണ് സിനിമ മൊത്തത്തിൽ സഞ്ചരിക്കുന്നത്. ആ ടൈമിലെ എഴുത്താകട്ടെ അല്ലെങ്കിൽ ആ ടൈമിലെ രണ്ടുപേരുടെ പ്രകടനമാകട്ടെ അത്യാവശ്യം പ്രേക്ഷകരുടെ മനം കവരുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ എൻഡിങ്ങോട് എടുക്കുമ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നൽകും. കാരണം സെക്കൻഡ് ഹാഫിൽ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നൽകുന്നുണ്ട്. ആ ഒരു ടൈമിൽ മതം എന്നുള്ളതല്ല, മനുഷ്യ സ്നേഹം എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ടത്. അല്ലാതെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റേണ്ടതോ അല്ലെങ്കിൽ ഒരു മതത്തിലാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് എന്നൊന്നും തോന്നേണ്ട കാര്യം മലയാളികൾക്കെന്നല്ല ഒരു മനുഷ്യനും വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സംഭവത്തെയൊക്കെ തന്നെ വളരെ കൺവീൻസിങ് ആക്കി തന്നെ ഇതിലൂടെ കൺവേ ഒക്കെ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വികാരം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു. കൂടാതെ ക്ലൈമാക്സോട് എത്തിക്കഴിയുമ്പോഴത്തേക്കും മലയാളി എന്നുള്ള രീതിയിൽ കുറച്ച് അഭിമാനം നൽകുന്ന രീതിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഒപ്പിച്ചെടുത്തു. പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് കാണുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ആസ്വദിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ പ്രകടനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിവിൻ പോളിയുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ സലിംകുമാറേട്ടനുണ്ട്, പിന്നെ ദീപക് ജേതി എന്ന് പറയുന്ന ആൾ പാകിസ്ഥാനി ക്യാരക്ടറായിട്ട് എത്തുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2-3 ക്യാരക്ടേഴ്സ് നിൽക്കുകയുള്ളൂ. അത് നിവിൻ പോളിയുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ വലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനി ക്യാരക്ടർ ദീപക് ജേതി ഗംഭീര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ ആയിരിക്കും ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ മഞ്ജു പിള്ള അമ്മയായിട്ട്, നായകൻ്റെ അമ്മയായിട്ട് നിന്ന മഞ്ജു പിള്ളയുടെ കയ്യിൽ നിന്നും കുറച്ച് നല്ല രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് വലിയ മാരക കഥാപാത്രം എന്നൊന്നും പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കഥാപാത്രം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ടെക്നിക്കൽ വൈസിലും അത്യാവശ്യം ഓക്കെയാണ്. അതുപോലെ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണലി കുറച്ച് കണക്റ്റ് ആകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അഭിനേതാക്കളുടെ പ്രകടനം അത്യാവശ്യം കൊള്ളാമെന്നുള്ളതുകൊണ്ട് ഒന്ന് കണ്ടിരിക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മൊത്തത്തിൽ പറഞ്ഞു വന്നപ്പം. എന്തായാലും വലിയ മാരക സിനിമ എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ഇത് നിവിൻ പോളിയുടെ കംബാക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ തന്നെ ഗോംബാക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല.
ഇപ്പം സാറ്റർഡേ നൈറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോസ് ആൻഡ് ഗോ ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഭേദപ്പെട്ട ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചിത്രം ഒരു 6.5 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആവറേജ് ടൈപ്പ് സിനിമ. വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോയാൽ മതി, ഒന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.